ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉദയഭാനുവും ശ്രീകലയും കൂടെ കുറേ കാട്ടുചെടികളെല്ലാം വലിയ പച്ചല മരുന്നുകളാണ്, ഞാൻ അവിടുന്ന് പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അടിച്ച് ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് ഓട്ടോറിക്ഷയിലാണല്ലോ വന്നത്, തിരിച്ചും ഓട്ടോ തന്നെയല്ലേ പോവേണ്ടേ. പോകുമ്പം സുകന്യ വന്ന് ചോദിക്കുകയാണ്, അയ്യോ ഇത്രയും വലിയ ബിസിനസ് മാഗ്നറ്റായ നമ്മുടെ ഉദയഭാനു സാറെന്താ ഈ ഓട്ടോയിൽ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ഓ, അതിന് മറുപടി പറയണതിന് മുമ്പ് തന്നെ ഗോമതി കയറി പറയാണ്, സുകന്യയ്ക്ക് അറിയില്ലേ, അദ്ദേഹം വളരെ ലളിതമായിട്ടുള്ള ജീവിതമാണ് പാലിക്കുന്നത്. ഒരുപാട് കാശുണ്ടെങ്കിലും അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ലളിതമായി ജീവിക്കുന്നവരെ കാണാൻ തന്നെ വലിയ പാടാണ്. ഉദയഭാനു സാറ് അതിലൊരാളാണ്. ഇത്രയൊക്കെ കാശുണ്ടെങ്കിലും അദ്ദേഹം കാറിലൊന്നും പോകണോ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ഈ ഓട്ടോയിലൊക്കെ പോയി വരുന്നത്. ഓ, വലിയ സംഭവം തന്നെയാണല്ലോ സാറെന്ന് പറയാട്ടോ. അങ്ങനെ അവർ പോയി കഴിയുമ്പോൾ സുകന്യ വിചാരിക്കുന്നുണ്ട്, ഇതുപോലൊരു മഹാൻ ഇയാളെ കൂടെ നിന്നാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് സുകന്യ വിചാരിക്കുകയാണ്. ബാലനാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് വിചാരിക്കുകയാണ്, ഇനി വെച്ച് താമസിപ്പിച്ചിട്ട് കാര്യമില്ല, കുറച്ച് പണികൾ ഇയാൾക്ക് കൊടുക്കണം. രാമേട്ടൻ പറഞ്ഞതുപോലെ ഇനിയും താമസിപ്പിച്ചാൽ ശരിയാവില്ല എന്നും പറഞ്ഞു ബാലൻ വണ്ടി എടുത്തുകൊണ്ട് പോവാട്ടോ. ഗോമതി ചോദിക്കുന്നുണ്ട്, ബാലേട്ടാ എവിടെയാ ഇത്ര പെട്ടെന്ന്? ഞാൻ ദേ വരുന്നു. എവിടെയാന്ന് പറ, ദേ ഇപ്പം വരുന്നു എന്നും പറഞ്ഞ് വണ്ടി എടുത്തും കൊണ്ട് അങ്ങ് പോവാ. അപ്പോൾ ഗോമതി വിചാരിക്കണം, എന്തായാലും ഗോമതി സ്റ്റോറിലേക്കല്ല, ഇത് വേറെ എന്തോ ആവശ്യത്തിന് പോയതാണല്ലോ എന്ന്. അങ്ങനെ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ടുപോയ ബാലൻ നേരെ ഉദയഭാനുവും ശ്രീകലയും പോകുന്ന ആ ഓട്ടോയുടെ ഫ്രണ്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ വണ്ടിക്കകത്തിരുന്നും കൊണ്ട് ശ്രീകലയും ഉദയഭാനോട് പരസ്പരം പറയുന്നുണ്ട്, അയ്യോ ആ പോകുന്നത് ബാലനല്ലേ, എന്താ ഇത്ര അത്യാവശ്യപ്പെട്ട് ഗോമതി സ്റ്റോറിലേക്കുള്ള പോക്കായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓട്ടോയെ തടഞ്ഞു നിർത്തിയ സ്കൂട്ടർ നിൽക്കുകയാണ്. ഇതെന്തു പറ്റി, ബാലൻ നമ്മൾ തടഞ്ഞു നിർത്തിയല്ലോ, ദൈവമേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈശ്വര? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. നമ്മൾ കൊണ്ടുകൊടുത്ത പച്ചല മരുന്നുകളൊക്കെ കാട്ടുചെടിയാണെന്ന് ഇയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒന്നുമില്ല, നിങ്ങളിങ്ങോട്ട് ഇറങ്ങിക്കേ. അങ്ങനെ അവരിറങ്ങുമ്പോൾ, എന്താ ബാല, എന്ത് പറ്റി? അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് പ്രത്യേകിച്ച് പറയണോ? അല്ല, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. അതെയോ? അല്ല, ഉദയഭാനു സാർ എന്താ ഈ ഓട്ടോയിലൊക്കെ? ഇപ്പം നേരെ എയർപോർട്ടിലേക്ക് പോവുമല്ലേ, വേറെ ഏതോ രാജ്യത്തേക്ക് പോവുമല്ലേ? അപ്പോൾ എയർപോർട്ടിൽ പോകുമ്പോഴും ഓട്ടോയിലാണോ പോകുന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ശ്രീകല ചാടി കയറി പറയുന്നുണ്ട് കേട്ടോ, അയ്യോ അല്ല, നമ്മൾ അയാൾക്കൊരു സഹായം ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിൽ കയറിയത്. ഓട്ടോറിക്ഷ പിടിക്കുമ്പോൾ ഓട്ടോക്കാരന് 10-250 രൂപ കൊടുത്താൽ അയാളുടെ അന്നത്തിനുള്ള വകയായില്ലേ, അതുകൊണ്ടാണ്. അത് ശരി. അപ്പോൾ എയർപോർട്ടിൽ പോകുന്നതോ? അല്ലെന്നേ, ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ടേ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടേതാ കാറുണ്ടല്ലോ അതിലായിരിക്കും എയർപോർട്ടിൽ പോവുക. ഓ, അത് ശരി, അങ്ങനെയാണ്. സാറിപ്പോൾ എന്താ പറഞ്ഞത്, ഒരുപാട് പേരെ സഹായിക്കുന്നല്ലേ? അതെ, നമ്മളിപ്പോൾ ഓട്ടോക്കാരനെ സഹായിച്ചില്ലേ, അതുപോലെ ഒരു ദിവസം കുറച്ച് പേരെ സഹായിക്കുന്നത് വളരെ നല്ല കാര്യമല്ലേ? മനസ്സിനും സമാധാനം, നമ്മുടെ ജീവിതത്തിനും സമാധാനം അല്ലേ ബാല എന്നിങ്ങനെ പറയാം. നമ്മുടെ ഉദയഭാനു തള്ളി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ബാലൻ പെട്ടെന്ന് പറയാം കേട്ടോ, അത് ശരി, അങ്ങനെയാണെങ്കിൽ ഉദയഭാനു സാറ് ഇപ്പോൾ ഈ ഒരു ദൗത്യം കഴിഞ്ഞില്ലേ ഓട്ടോക്കാരൻ്റെ, ഒരാളെ കൂടെ ഇന്നത്തെ ഒരു ദിവസം സഹായിക്കാൻ പറ്റുമോ? അല്ല ബാല, അതെന്താ അങ്ങനെ ചോദിച്ചത്? ആരാ എന്താന്നൊക്കെ ചോദിക്കുക. വേറെ ആരുമല്ല, ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണ്. ബാലനെയോ? ബാലന് ഞാൻ എന്ത് സഹായിക്കണമെന്നാണ് പറയുന്നത്? അതൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് വണ്ടിക്കകത്തുനിന്ന് വണ്ടി ഡിക്കി തുറന്ന് അതിനകത്തുനിന്ന് ഒരു പേപ്പറുമായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടോ ഉദയഭാനു സാർ? ഇതെന്താ ബാല? ഇതാണ് നമ്മുടെ ഗോമതി സ്റ്റോറിൻ്റെ പുതുക്കി പണിയാനുള്ള പുതിയ പ്ലാൻ, കണ്ടോ? അയ്യോ, ഇതായിരുന്നു, ദൈവമേ ശ്രീകലേ പെട്ടല്ലോടി എന്നിങ്ങനെ പറയുക. എന്നിട്ട് ബാലൻ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാശ് തന്ന് സഹായിച്ചേ പറ്റൂ. സാറ് പറഞ്ഞിട്ടാണേ ഞാൻ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ട്. അയ്യോ, അത് ഇപ്പോൾ സാരമില്ല, സാറ് വലിയ തിരക്കുള്ള ആളാണെന്നൊക്കെ എനിക്കറിയാം. എനിക്ക് തൽക്കാലം ഇത് തുടങ്ങി വെക്കാനും മറ്റുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടൊരു 10 ലക്ഷം രൂപ അത്യാവശ്യമായിരുന്നു. അയ്യോ ബാല, അതെ, എനിക്ക് മറ്റന്നാൾ കിട്ടണം. മറ്റന്നാളോ? ഈശ്വര, ഇത്ര പെട്ടെന്നോ? സാറ് തിരക്കുള്ള ആളല്ലേ, കുഴപ്പമില്ല, ചെന്നിട്ട്. അതുകൊണ്ടാണ് ഞാൻ നാളെ കഴിഞ്ഞ് മറ്റന്നാളെന്ന് പറഞ്ഞത്. 2 ദിവസം സമയമുണ്ടല്ലോ, ഇനി രക്ഷയില്ല. അപ്പം തന്നെ ശ്രീകല ചാടി കയറി പറഞ്ഞിട്ടുണ്ട്, സാരമില്ല ബാലേട്ടാ, എന്തായാലും 2 ദിവസം സമയമുണ്ടല്ലോ, ഇന്നെന്തായാലും വേണ്ടല്ലോ, മറ്റന്നാളല്ലേ. അത് കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. ഉദയഭാനു ചേട്ടാ പറ, കൊടുക്കാമല്ലോ നമുക്ക്, ചേട്ടൻ അവിടെ പോയിട്ട് അയച്ചു കൊടുത്താലും മതിയല്ലോ എന്ന് പറയാം. ഇടി ശ്രീകലേ എന്നിങ്ങനെ പറയട്ടോ. അനുഭവിക്കുക എന്നിങ്ങനെ ബാലനും പറയട്ടോ. എന്നിട്ട് ഈ
ശരി, ഞാൻ നോക്കാം, ചെന്നുടനെ എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാം. ശരി, എന്നാൽ പിന്നെ പോട്ടെ. അങ്ങനെ അവർ ആ ഓട്ടോയ്ക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും ബാലം പിടിച്ച് നിർത്തിയിട്ട് പറയാം, നിൽക്ക്, നിങ്ങൾ ഈ പ്ലാൻ വാങ്ങിച്ചില്ലല്ലോ, ഇത് എപ്പോഴും കയ്യിലിരിക്കണം, ഇത് നോക്കണം. ഉദയഭാനു സാറിൻ്റെ ആഗ്രഹത്തിനാണ് ഞാൻ ഈ പ്ലാൻ വരച്ചത്. അന്ന് എങ്ങനെ വരയ്ക്കണമെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നല്ലോ, അതേപോലെയാണ് സാറിൻ്റെ ഇഷ്ടത്തിന് തന്നെ ഇതങ്ങ് നടത്താൻ വേണ്ടി ഞാനങ്ങ് തീരുമാനിച്ചു. എനിക്കും അതൊന്ന് പുതുക്കി പണിയുന്നുണ്ട്. സാറിൻ്റെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ പൈസയുണ്ടല്ലോ, ബുദ്ധിമുട്ടുകളും ഇല്ല. അതുകൊണ്ട് എനിക്കും പേടിക്കാനൊന്നുമില്ല. ഇത് വെച്ചോ. അങ്ങനെ ആ പ്ലാന് ഉദയഭാനുവിൻ്റെ കയ്യിൽ അടിച്ചേൽപ്പിക്കുക കേട്ടോ. എന്നിട്ട് ബാലൻ മാറി നിൽക്കണ്ട. ഇവരങ്ങനെ വണ്ടി കയറി പോകുമ്പോൾ ബാലൻ പറയാം, കുറേ നാൾ നീ എന്നെ പറ്റിച്ച് എന്നെ വെള്ളം കുടിപ്പിച്ചതല്ലേടാ, ഞാനത് കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചല്ലേ, ഇനി കുറേ നാൾ നീ കുറച്ച് വെള്ളം കുടിക്കും, കാണിച്ചു തരാം ഞാൻ എന്ന് ബാലനും ആലോചിക്കട്ടോ. ഉദയഭാനു ശ്രീകല്ലും കൂടെ വീട്ടിൽ ചെന്നിരുന്ന് ആകെ ടെൻഷനാണ്. ഉദയഭാനുവിൻ്റെ തലയ്ക്കകത്തൂടെ കിളി പറന്നു പോകുന്നു കേട്ടോ. 2 ദിവസം കഴിയുമ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ എവിടെയാടി പോകുന്നത്? എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ അവിടെ നിന്നും കൊണ്ട് തള്ളി മറിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഉടായ്പ് വരുമെന്ന്. പാവങ്ങളെ സഹായിക്കാൻ നടക്കുന്ന ഒരാൾ ഇപ്പം എന്തായി? എടീ, ഈ ബാലനെ പണ്ട് അത്യാഗ്രഹമൊന്നും ഇല്ലാത്തവനായിരുന്നു. ആ സമയത്താണ് നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഭയങ്കര അത്യാഗ്രഹം കേട്ടോ. അവന് പൈസ, പിന്നെ കടയൊക്കെ പുതുക്കി പണി, ഇതൊക്കെ അങ്ങ് സമ്മതിച്ച് തരുമോ അങ്ങ് ചെയ്തോളാനായിട്ട്? ഇത്ര പെട്ടെന്ന് അവൻ മാറുമെന്ന് ഞാൻ കരുതിയോ? എടിയും എനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആലോചിച്ചിട്ടൊരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ നിങ്ങൾ ആലോചിച്ചിട്ടുള്ള വഴി? എടി, ഈ വാടക വീട് നമുക്ക് ഒറ്റയ്ക്ക് കൊടുത്താലോ? കണ്ടവൻ്റെ വീട് നമ്മൾ ഒറ്റയ്ക്ക് കൊടുക്കാനോ? അങ്ങനെയല്ല, നമുക്ക് എന്തായാലും ഇതിൻ്റെ ഓണർക്ക് നമ്മൾ കുറച്ച് ദിവസത്തെ വാടക കൊടുക്കാറുണ്ട്. അയാൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അയാൾ ഇനിയിപ്പോൾ അമേരിക്കയിൽ പോകണമെന്ന് ഞാൻ അറിഞ്ഞ്, അയാളുടെ മകളെ വീട്ടിലോ എവിടെയോ. അപ്പോൾ തിരിച്ച് വരണത് വരെ നമുക്ക് ഇത് നമ്മളെ വീടായിട്ട് വേറൊരാൾക്ക് ഒറ്റയ്ക്ക് കൊടുക്കാം. അപ്പോൾ കുറച്ച് കാശ് കിട്ടുമല്ലോ. അത് വെച്ച് നമ്മളെ ബാലിനെ എങ്ങനെയെങ്കിലും തൽക്കാലം പിടിച്ച് നിർത്താം. അയ്യോ, എൻ്റെ പൊന്നു മനുഷ്യ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? അതൊക്കെ നടക്കും. നീ ആദ്യം ഒരു കാര്യം ചെയ്യും, ഇവിടുത്തെ ഹൗസ് ഓണറെ ഒന്ന് വിളിക്കുക. അങ്ങേരെ എന്നാണ് പോകുന്നതെന്ന് നോക്കാം. അങ്ങനെ സ്ത്രീകളെ കൊണ്ട് ഹൗസ് ഓണറെ വിളിപ്പിക്കാം. ഹൗസ് ഓണറാണെങ്കിൽ വിളിച്ചിട്ട് കുറേ കൊടുക്കുന്നുണ്ട് കേട്ടോ. 6 മാസത്തെ വാടകയാണ് കൊടുക്കാനുള്ളത്. ഇന്ന് 2 ദിവസത്തിനകം വാടക ഇട്ടേക്കണമെന്നും പറഞ്ഞു കൊടുക്കുക. അതിനിടെ കൂടെ അമേരിക്കയിൽ പോണ കാര്യം ചോദിക്കുകയാണ്. അയാൾ പറയാണ് അമേരിക്കയിലൊന്നും പോകുന്നില്ല എന്ന്. അങ്ങനെ പറഞ്ഞ് ഫോൺ വയ്ക്കുമ്പോൾ ഉദയഭാനുവിനോട് പറയും, എന്താ അടി അയാൾ പറഞ്ഞത്? അയ്യോ, അമേരിക്കയിൽ പോണ കാര്യം എന്തെങ്കിലും പറഞ്ഞു. അയാൾ പറഞ്ഞു 2 ദിവസത്തിനകം 6 മാസത്തെ കുടിശ്ശികയും തീർത്ത് അയാൾക്ക് വാടക കൊടുത്തിരിക്കുന്നു. പിന്നെ അയാൾ അമേരിക്കയിലൊന്നും പോകുന്നില്ല. അയാളെ മോളെ പ്രസവത്തിന് ഇങ്ങോട്ട് വരുക. പിന്നെ അയാൾ എങ്ങോട്ട് പോകാനാ? അയ്യോ, ഇനിയിപ്പോൾ എന്താടി ചെയ്യുക? ദൈവമേ, ബാലൻ നമ്മളെ വെറുതെ വിടില്ലല്ലോ. അങ്ങനെ 2 പേരും കൂടെ തല പുകഞ്ഞാലോചിക്കാട്ടോ അവിടെ ഇരുന്നു. അങ്ങനെ ദേവി ആകെ വിഷമത്തിലാട്ടോ. ദേവി തുണികളൊക്കെ എടുത്തിട്ട് മടക്കുകയും ഒതുക്കി വയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആനന്ദിന് കാണുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട്. ആനന്ദ് അത് വാങ്ങിച്ചിട്ട് പറയാം, ദേവി അത് എടുക്കുക, ഞാൻ ചെയ്തേക്കാം, വേണ്ട എന്നും പറഞ്ഞ് ദേവി പിണക്കത്തിലാണ്. ദേവി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നോട് ചിലപ്പോഴൊക്കെ എനിക്ക് ക്ഷമിക്കണമെന്ന് തോന്നാറുണ്ട്. പക്ഷെ നിൻ്റെ അച്ഛൻ്റെ മുഖം കാണുമ്പോൾ എനിക്കത് തോന്നുന്നില്ല. നിൻ്റെ അച്ഛനാണല്ലോ നിന്നെ ഇങ്ങനെ ഒരു ഗതി വരുത്തിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ദേവി പറയുന്നുണ്ട്, സാരമില്ല ആനന്ദേട്ടാ, ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാനും അച്ഛനും എല്ലാവരും നിങ്ങളോട് മാപ്പ് പറഞ്ഞു. എന്നാലും എൻ്റെ മനസ്സിലും ഇതെല്ലാം കുത്തി കുത്തി വേദനിപ്പിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തു പോയല്ലോ എന്നും പറഞ്ഞ് ഇനി അങ്ങനെയൊന്നും ഞാൻ ആവർത്തിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ദേവി പറയണുണ്ടെങ്കിലും പക്ഷേ ആനന്ദ് പറയാം, എനിക്ക് വേറൊന്നും കൊണ്ടല്ല പേടി. എനിക്ക് എന്നെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കൊണ്ടാണ്. എല്ലാം സാധാരണ ജനറ്റിക്കലി എല്ലാവരും പറയാറുണ്ടല്ലോ, ഈ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ വളർന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും അവരുടെ മുത്തച്ഛന്മാരുടെയോ എങ്ങനെയൊക്കെ ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ അവർക്ക് കിട്ടും. അതുപോലെ നിൻ്റെ അച്ഛൻ്റെ ഈ കള്ളത്തരവും കാപട്യവും എല്ലാം എൻ്റെ കുഞ്ഞിന് കിട്ടിക്കഴിഞ്ഞാലോ അതുള്ള പേടി മാത്രമോ അയാളുടെ ഇങ്ങോട്ട് പോലും ഞാൻ വരരുതെന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും ദേവി പറയാൻ, ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഒരിക്കലും നമ്മുടെ കുഞ്ഞ് കള്ളമോ വേറെ എന്തെങ്കിലും ഇതുപോലുള്ള ഉടായ്പോ ഒന്നും കാണിക്കത്തില്ല. അവൻ നല്ലൊരു കുട്ടിയായി തന്നെ വളർന്നു വരും ആനന്ദേട്ടാന്ന് പറയട്ടോ. അങ്ങനെ ആനന്ദ് ദേവിയുടെ കയ്യിലൊക്കെ കയറി പിടിക്കുന്നുണ്ട്. ദേവിക്കത് സന്തോഷമാവണം. അങ്ങനെ അവരുടെ പിണക്കമൊക്കെ അങ്ങ് തീരുവാടോ. അവിടെ വെച്ചിട്ട് ആനന്ദിന് വലിയ സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് ദേവിയോട്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ മീനാക്ഷിക്കാണെങ്കിൽ ഓഫീസിൽ അന്ന് നേരത്തെ പോവേണ്ടതാണ്. തലേ ദിവസമേ ഗോമതിയോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഗോമതി രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി. എന്നിട്ട് പറയുന്നുണ്ട് മീനാക്ഷിക്ക് രാവിലെ പോകണമെന്നുള്ളതുകൊണ്ട് മീനാക്ഷിയുടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ആദ്യം ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചു കേട്ടോ. അപ്പോഴാണ് സുകന്യ വരുന്നത്. സുകന്യ വന്നിട്ട് ഗോമതിയോട് ചോദിക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടോ, എനിക്ക് വിശക്കുന്നു. ഇപ്പം തന്നെ ഉണ്ടാക്കി തരാമല്ലോ എന്നൊക്കെ പറയുന്നു കേട്ടോ. അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നോ ഒക്കെ പറയുവാണ്. ഈ സമയത്ത് സുകന്യ എന്താ ചെയ്യുക, അവിടെ ചെന്നിരുന്ന് മൊത്തം ആഹാരം എടുത്തങ്ങ് വെട്ടി വിഴുങ്ങുന്നുണ്ട്. മീനാക്ഷി പോവാൻ റെഡിയായിട്ട് വരുമ്പോൾ ഗോമതിയെ വിളിക്കുക കേട്ടോ, അമ്മേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയോ, എനിക്ക് ഇച്ചിരി നേരത്തെ പോകാനുള്ളതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ,
എല്ലാം റെഡി ആയല്ലോടി, ഞാൻ അവിടെ മേശപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് നിൻ്റെ ഭക്ഷണം, നീ അത് കഴിച്ചിട്ട് നീ പെട്ടെന്ന് പൊക്കോന്ന് പറയാം. അങ്ങനെ മീനാക്ഷി ഓടി വരുവാണ് കഴിക്കാനായിട്ട്. നോക്കുമ്പോൾ മേശപ്പുറത്തൊന്നും കാണാനില്ല. അപ്പോഴാണ് ഗോമതി വിളിക്കുന്നുണ്ട്, അമ്മേ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ, ആഹാരമൊന്നും എവിടെ കൊണ്ട് വെച്ചു? എടി അവിടെയല്ലേ വെക്കാറ്, നീ അങ്ങോട്ട് നോക്കിക്കേന്ന് പറയുമ്പോൾ കാണുന്നില്ല. അതെന്തു പറ്റി എന്നും പറഞ്ഞ് ഗോമതി ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ അന്തളിച്ച് പോവാട്ടോ, ഒരു പൊടി പോലും ഇല്ല. കംപ്ലീറ്റ് സുഗന്യ തിന്ന് തീർത്ത് വെച്ചിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ ഗോമതിക്ക് നല്ല ദേഷ്യം പറഞ്ഞുണ്ട്. ഇതൊക്കെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.